അരിയും ഉഴുന്നും അരക്കാതെ തന്നെ നമുക്ക് രാവിലെയോ വൈകിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ദോശ റെസിപ്പി നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത റവയായാലും കൊള്ളാം, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഈ റവ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടാവും. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കണം, അതുകൊണ്ടാണ് നന്നായിട്ട് കുതിരുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഒരു തക്കാളിയുടെ പകുതി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് റവയുടെ അളവാണ്. അപ്പോൾ ഒരു പകുതി തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തവി തൈര്, നല്ല ഫ്രഷായ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈരും കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ല പ്രത്യേക ഒരു സ്വാദാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ജാറ് കൂടി കഴുകി നമുക്ക് ഇത്തിരി വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമാകരുത്. നമ്മൾ ദോശമാവിന് സാധാരണ കലക്കുന്ന പോലെ തന്നെ ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഇതേപോലെ നല്ല ലൂസായിട്ട് തയ്യാറാക്കിയെടുക്കുക. നേരത്തെ ഇപ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും തക്കാളിയും എല്ലാം വെള്ളമുണ്ട്, തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്വാദാണ് ഈ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുക. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ച് ഇതേപോലെ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരു വശം പാകമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി, അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ തൂവിയാലും മതി. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് ഈ ദോശക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ വശവും കൂടി പാകമായി കഴിയുമ്പോൾ നമ്മുടെ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അരിയും ഉഴുന്നും ഒന്നും ഇല്ലെങ്കിൽ ഇത്തിരി റവ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ ദോശ ഉണ്ടാക്കാം. രാവിലെയോ വൈകിട്ടോ രാത്രിയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ദോശ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചമ്മന്തി ഉണ്ടെങ്കിലും കഴിക്കാം, ഇല്ലെങ്കിലും നമുക്ക് നല്ല മൊരിയിച്ച് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചട്നിയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഞാനെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുമെന്ന്. നല്ല സോഫ്റ്റ് ദോശയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വളരെ എളുപ്പമല്ലേ? അരിയൊന്നും അരക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാ ചമ്മന്തി ഇതിൻ്റെ നല്ല അടിപൊളിയാണ്, നല്ല കോമ്പിനേഷനാണ്. ഇതേപോലെ ഒന്ന് നിങ്ങൾ കഴിച്ചു നോക്കുക. നല്ല സൂപ്പറാണ്. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.